അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പോകാനുള്ള എസ്സർ കുറച്ച് നേരം കിടന്നുറങ്ങിട്ടോ. എസ്സറിൻ്റെ പള്ളിക്ക് പോവാണ്. ബാങ്ക് വിളിച്ചിട്ടുണ്ട്, പെട്ടെന്ന് പള്ളിക്ക് എത്തണം. എടുത്ത് ഏതായാലും നോമ്പ് പറക്കലും അസ്സറിൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ആക്കുക എന്ന് വിചാരിച്ചു. ഇവിടെ വന്ന സമയത്ത് നമ്മളൊരു ചെക്കുണ്ട്, ഇവിടെ വണ്ടിയൊക്കെ കഴുകുന്നത്. നമ്മളെ പാകിസ്ഥാനിയാണ്, നമ്മളെ സുഹൃത്ത് തന്നെ. ബസീർ وحصل 2000 ريال هدية صح؟ كم حصل؟ رمضان كدنا ملا 5000 10000 എൻഗേജ്ഡ് ആകുക. ലോറിസ്കാരം അസറിസ്കാരത്തിനൊക്കെ ശേഷമായിട്ട് ഇവിടെ എൻഗേജ്ഡ് ആൾക്കാരൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ വർക്ക്ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷക്കാരം തുറന്നത്. നമ്മൾ നേരെ പള്ളിൻ്റെ അടുത്തെത്തി. ഇതാണ് നമ്മളെ അടുത്തുള്ളൊരു സ്രാമ്പ്യ പള്ളി. ഇവിടെ എത്തിയപ്പോഴേക്ക് നിസ്കാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിസ്കാരത്തിൽ പങ്കെടുക്കുക. നിസ്കാരം ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങി പോകേണ്ടി. ഇപ്പോൾ സമയം 6 മണിയൊക്കെ ആകാനായിട്ടുണ്ട്. 6 മണി ആവാനായി. 6:33 34 ബാങ്ക്. മഗ്‌രിബ് ബാങ്ക്. നോമ്പ് തുറക്കാനുള്ളത്. ക്ഷീണം മുഖത്ത് വലിയ ക്ഷീണമൊന്നും ഇല്ല. ഇന്ന് ചൂടുണ്ട്, പക്ഷേ പുറത്തും എല്ലാം ഇറങ്ങിയിട്ടില്ല. ഇന്ന് എല്ലാ ഡ്യൂട്ടിയൊന്നും ഇല്ല. അപ്പോൾ രാത്രിയാണ് ഇന്നത്തെ ഡ്യൂട്ടി. നാളെ മദ്രസ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ 6:10 ആകുമ്പോഴേക്ക് ഇഫ്താർ നോമ്പുകാർക്ക് പള്ളിക്കെത്തണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫുൾ തിരക്കേക്കണം. കാരണം പണിക്കാരൊക്കെ ഉണ്ടാവും, കുറേ ആൾക്കാരുണ്ടാവും. അപ്പം കുറച്ച് ഫുഡേ ഉള്ളൂ. ചോറ് കിട്ടൂല, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത്ര കുറച്ച് ചോറേ ഉള്ളൂ. ആദ്യമൊക്കെ ഞങ്ങളെ കൂടെ മുമ്പൊക്കെ ഒരു 4-5 കൊല്ലം മുമ്പൊക്കെ ഇവിടെ ഭക്ഷണം നല്ലോണം ഉണ്ടായിരുന്നു. ഭക്ഷണം കുറച്ച് കുറവാണ്. പള്ളിക്ക് എത്തിയ സമയത്ത് ഒരു ഇഫ്താറിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കറിയാണ്, ചിക്കൻ കറിയാണ്, ചോറുണ്ടാവും, തമീസ് ഉണ്ടാവും, കുബൂസ് ഉണ്ടാവും. അങ്ങനെ പല ഐറ്റംസൊക്കെ ആയിട്ട് ഇങ്ങനെ നോമ്പ് തുറക്കാം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നോമ്പ് തുറക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഫുഡായിട്ട് ചോറുണ്ട്. എല്ലമ്പാടാവുമ്പം മാഷാ അല്ലാഹ് ഒക്കെ ഖൈറാവും. അങ്ങനെ മഗ്‌രിബ് നിസ്കാരം തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊടുത്ത് നിസ്കാരം തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമായിട്ട് നമുക്ക് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് ഡ്യൂട്ടി ഉണ്ടാവുക. റമദാൻ മാസത്തിൽ എല്ലാവർക്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നിസ്കാരത്തിനൊക്കെ ശേഷം നമ്മൾ ചെക്കനെ കളിക്കാൻ കൊണ്ടുപോയിട്ട് മാച്ചായിരുന്നു. അപ്പോൾ ഒരു 1.5 മണിക്കൂറാണ്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് ദൂരമുണ്ട് റൂമിക്ക്. അപ്പം തിരിച്ച് പോകാനുള്ള സമയമല്ല. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് ചെക്കൻ കളിക്കുന്നുണ്ട്. അപ്പോൾ വേറെ പേരൻസൊക്കെ വന്നിട്ടാട്ടോ ഈ കളി ഒക്കെ. പേരൻസൊക്കെ ഉണ്ടാവും കൂടെ കളിക്കാൻ. ചെറിയ കുട്ടികളല്ലേ, അപ്പം കളിക്കാൻ കൊടുന്നിടാം. നമ്മളെ വീട്ടിൽ നിന്ന് ഞാനാണ്, അല്ലെങ്കിൽ ഡ്രൈവർമാരോ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും കൊടുന്നിടാം. ചില വീട്ടുകാർ വേലക്കാരത്തികളെ ഒപ്പം വിടും, ഡ്രൈവർമാരൊപ്പം മക്കളെ കൂടെ. ഓരോ കഥ, ഓരോ അവസ്ഥയാണ്. ഓരോ വീട്ടുകാരും ഓരോ സ്വഭാവക്കാരല്ലേ. അപ്പോൾ അതേപോലെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളെ വീട്ടിൽ പിന്നെ ആരും നമ്മളൊപ്പം സ്വന്തമായിട്ട് നമ്മളെ കൂടെ തന്നെ വിടും. ആരും എത്ര വലിയ പെൺകുട്ടികളായാലും എത്ര വലിയ ഇതായാലും നമ്മളെ കുറേ കാലമായാലേ അങ്ങനെ വിശ്വാസം ഉണ്ടാവും. ചില വീട്ടുകാർ ഓരോ കോലത്തിലാട്ടോ. എവിടേക്ക് വിടുകയാണെങ്കിലും മക്കളെ വിടുകയാണെങ്കിൽ ഓരോ കൂടെ വേലക്കാരത്തികളെ കൂടെ വിടും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വീട്ടിൽ കുറേ കുട്ടികളുണ്ട് കേട്ടോ, മക്കളൊക്കെ ആയിട്ട് ഒക്കെ നല്ല സ്വഭാവമാണ്. നമ്മളെ കൂടെ കുറേ കാലം നമ്മൾ ചെറുപ്പത്തിലെ കണ്ട് കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മളോട് നല്ല സ്വഭാവത്തെ നല്ല നീറ്റായിട്ടാണ് കാര്യങ്ങളോ കമ്പനി ആയിട്ടും എല്ലാത്തിനും ഉഷാറാട്ടോ കുട്ടികളൊക്കെ. ഇപ്പോൾ വരെ കളിക്കാൻ കൊടുത്തിട്ട് അത് കഴിഞ്ഞ് നമ്മൾ മോശമാണെങ്കിൽ മോശമെന്ന് പറയാം, പക്ഷേ നല്ല കുട്ടികളാണ്. നല്ല അലമ്പോ കാര്യങ്ങളോ കച്ചറയോ ഒന്നും ഇല്ലാതെ കുട്ടികളാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ജിമ്മ് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഒരു മോളെ ആ ജിമ്മ് കൊണ്ടുപോയിട്ട് ശേഷം നമ്മൾ നേരെ സാധനം വാങ്ങാൻ വന്നു. കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നേരെ തിരിച്ച് റൂമിലെത്തി. പിന്നെ ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴൊക്കെയാണ് അവരെ തിരിച്ചെടുക്കുക. വലിയ കുട്ടികളൊക്കെ ആകുമ്പോൾ വീഡിയോ എടുക്കണ മോശമല്ലേ, അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ടാണ്, വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം.